മെഡിക്കൽ കോളേജിലെ ദുരനുഭവങ്ങൾ പങ്കുവച്ച ചങ്ങരംകുളത്തെ ജീവകാരുണ്യ പ്രവർത്തകൻ ലത്തീഫ്. കൈക്കൂലി നൽകാത്തത് കാരണം അനസ്തേഷ്യ നൽകാതെയാണ് ഓപ്പറേഷൻ നടത്തിയതെന്നാണ് വെളിപ്പെടുത്തൽ. തൃശൂർ മെഡിക്കൽ കോളേജിലെ ദുരനുഭവം പങ്കുവച്ച ചങ്ങരംകുളത്തെ ജീവകാരുണ്യ പ്രവർത്തകൻ എം.എ. ലത്തീഫ്. 2018 ഏപ്രിലിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് സംഭവം നടക്കുന്നത്. വൃക്കയിൽ കല്ല് വന്നതുകൊണ്ട് അസഹ്യമായ വേദന വന്നത് കാരണം ലത്തീഫ് തൃശൂർ മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഡോക്ടർ ഓപ്പറേഷൻ നടത്താൻ തയ്യാറാകാത്തത് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ലത്തീഫിൻ്റെ വാർഡിലുള്ള മറ്റുള്ള രോഗികൾ ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് കൈക്കൂലി കൊടുത്താൽ മാത്രമേ ഓപ്പറേഷൻ തീയതി തരികയുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ താൻ അതിന് തയ്യാറാകാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ടിച്ചെന്നും എം.എ. ലത്തീഫ് മൂക്കുതല പറഞ്ഞു. പിന്നീട് തൻ്റെ സുഹൃത്ത് കൂടിയായ മെഡിക്കൽ കോളേജ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അബ്ദുൽ ലത്തീഫിനോട് വിവരം പറഞ്ഞതിനെ തുടർന്ന് ഡോക്ടറുമായി സംസാരിച്ചതിനെ തുടർന്നാണ് ഓപ്പറേഷൻ തീയതി വാങ്ങിച്ചു തന്നത്. എന്നാൽ പൈസ കിട്ടാത്തതുകൊണ്ട് അനസ്തേഷ്യ കൊടുക്കാതെയെ വളരെ ക്രൂരമായാണ് തന്നെ ഓപ്പറേഷൻ ചെയ്തതെന്നാണ് ലത്തീഫ് പറയുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ലത്തീഫിന് 2 ദിവസത്തിനുള്ളിൽ കടുത്ത പനിയും ഇൻഫെക്ഷനും വന്നതുകൊണ്ട് വീണ്ടും മെഡിക്കൽ കോളേജിൽ വന്ന് ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. അപ്പോഴും അനസ്തേഷ്യ നൽകിയിരുന്നില്ല. ഇനിയും ഇവിടെ കിടന്നാൽ ജീവൻ അപകടത്തിലാകുമെന്ന് പേടിച്ച ലത്തീഫ് തൃശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഡോക്ടറുടെ ഈ നടപടിക്കെതിരെ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ സ്പീക്കറായിരുന്ന പി. ശ്രീരാമകൃഷ്ണൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്നിവർക്കെല്ലാം രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗം മേധാവി ഹാരിസിന്റെ ചില വെളിപ്പെടുത്തലുകളാണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ ചർച്ചയ്ക്കിടയാക്കിയത്. എന്നാൽ ഇതിന്റെ മറുവശം ചർച്ചയാക്കാതെ പോവുകയാണെന്നാണ് പറയുന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് പാവപ്പെട്ട രോഗികൾ നിശ്ചിത സംഖ്യ കൈക്കൂലി കൊടുത്താൽ മാത്രമാണ് ഓപ്പറേഷൻ നടത്തുന്നതെന്നാണ് ലത്തീഫ് വെളിപ്പെടുത്തുന്നത്. അല്ലാത്ത പക്ഷം ഓപ്പറേഷനുകൾ നീട്ടിവെക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും പറയുന്നു. 2018 ഏപ്രിൽ 2-ാം തീയതിയാണ് എൻ്റെ 2 കിഡ്നിയുടെ ട്യൂബിലും സ്റ്റോണ് ഉണ്ടായിക്കൊണ്ട് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ഡോക്ടർ രാജേഷ് സാറിനെ കാണുന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഓപ്പറേഷൻ നിർദ്ദേശിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇവിടെ ഡേറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിസിനുമായി വീട്ടിലേക്ക് വന്നു. തുടർന്ന് ധാരാളം വെള്ളം കുടിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഒരു കിഡ്നിയിലെ ട്യൂബിലെ കല്ല് ഓട്ടോമാറ്റിക്കായിട്ട് പോയി. ആ കല്ല് വന്നതിന് ശേഷം ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്തു. അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വീട്ടിൽ വന്ന് കാണാൻ എന്നെ നിർബന്ധിക്കായിരുന്നു. അങ്ങനെ വീട് അന്വേഷിച്ചു. ഞാൻ വീട്ടിൽ പോയി കല്ലായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു അടുത്ത ട്യൂബിൽ 10 mm ഒരു സ്റ്റോൺ കൂടിയുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു. എനിക്ക് തൊട്ടടുത്ത ദിവസം ഡേറ്റ് വന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഒരു തിങ്കളാഴ്ച ദിവസം ഞാൻ അഡ്മിറ്റായി. 12-ാം തീയതിയാണെന്നാണ് എൻ്റെ സംശയം. അഡ്മിറ്റായെങ്കിലും അന്ന് എന്നെ ലോക്കൽ അനസ്തേഷ്യ പോലും തരാതെയാണ് സർജറി ചെയ്തത്. സർജറി ചെയ്യുമ്പോൾ ഡോക്ടർ ഇങ്ങനെ അട്ടഹാസിക്കായിരുന്നു. ആ ഓഫീസറുടെ കെയർ ഓഫിലല്ലേ ഇത് വന്നത്, ഇത് പുറത്തുനിന്ന് ചെയ്യുമ്പോൾ കാശ് പറഞ്ഞോ, വേദന കുറച്ച് സഹായിച്ചോ എന്ന് അങ്ങനെ വളരെ മനുഷ്യത്വരഹിതമായിട്ടാണ് ഡോക്ടർ എന്നോട് പെരുമാറിയത്. സത്യത്തിൽ എന്നെ കൈ പിടിച്ച് നിൽക്കുന്ന സിസ്റ്റർ വരെ കരയുന്നുണ്ട്. എനിക്ക് അസഹ്യമായ വേദന സഹിക്കാൻ വയ്യാതെ എനിക്ക് വേണ്ടാന്ന് പോലും ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ വാർഡിലേക്ക് മാറ്റി. തുടർന്ന് എനിക്ക് അസഹ്യമായ പനി അനുഭവപ്പെട്ടു. നിരന്തരം പനി, നിൽക്കാത്ത പനിയായിരുന്നു. ഈ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ അവർക്ക് ആവശ്യപ്പെട്ട കൈക്കൂലി യഥാസമയം കിട്ടാത്തത് കൊണ്ട് അത് നീട്ടിവെക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ഇരയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. അതിൽ 2018 ലത്തീഫ് കിഡ്നിയുടെ കല്ല് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡ്മിറ്റ് ആകുകയും അഡ്മിറ്റായി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ നടക്കാതെ വന്നപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് മറ്റുള്ള ഡോക്ടർമാരും മറ്റുള്ള കൂടെ കിടക്കുന്ന രോഗികളൊക്കെ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ അവസാനം അന്നത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള നിലയിൽ ഞാൻ ഇടപെടുകയും ഡേറ്റ് കിട്ടുകയും ചെയ്തു. പക്ഷെ ഡേറ്റ് കിട്ടിയിട്ട് അദ്ദേഹം ഓപ്പറേഷൻ നടത്തിയപ്പോൾ യൂറോളജിയുടെ ഹെഡാണ്, ഇപ്പോൾ തിരുവനന്തപുരം യൂറോളജിയുടെ ഹെഡാണ് ഇപ്പോൾ ഹാരിസ് ഇത് നടന്നത്. ഇവിടെ യൂറോളജിയുടെ ഒരു ഹെഡാണ് ഈ വിഷയത്തിൽ ഉള്ള ഒരു കക്ഷി. അപ്പൊ അദ്ദേഹം ഓപ്പറേഷൻ നടത്തുമ്പോൾ അനസ്തീഷ്യ കൊടുക്കാതെ, അതായത് പൈസ അയാൾക്ക് കിട്ടിയില്ല,
അതുകൊണ്ട് അനസ്തീഷ്യ കൊടുക്കാതെ അദ്ദേഹത്തെ ഓപ്പറേഷൻ നടത്തുകയുണ്ടായത്. ആ ക്രൂരത 2 പ്രാവശ്യം ആവർത്തിച്ചു. പിറ്റേ ദിവസം ഇൻഫെക്ഷൻ വന്നപ്പോൾ വീണ്ടും ഓപ്പറേഷൻ നടത്തി, അപ്പോഴും ഇല്ല. അതിനുശേഷം അദ്ദേഹം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഈ കല്ല് മുഴുവൻ എടുത്തു കളഞ്ഞത്. വലിയൊരു സംഖ്യ അദ്ദേഹത്തിന് ചിലവായി. അപ്പൊ അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊന്നും ഇതുവരെ ഒരു ഫലവും കണ്ടിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഈ 2 വശങ്ങളും, ഡോക്ടർമാരുടെ ഈ വശവും മറ്റുള്ള ഉപകരണങ്ങളുടെ അപര്യാപ്തതയും ഒരു വലിയ വിഷയമാണ്. ഇതു സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ റിട്ടയർഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി, ടി വി മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നിവർ സംബന്ധിച്ചു.